എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ സാധാരണമായ ഒരു കാര്യമെന്ന് തോന്നിയാലും അതിൻ്റെ ആഴത്തിൽ പോകുമ്പോൾ അതിന് വലിയ ആത്മീയവും മാനസികവുമായ പ്രാധാന്യമുണ്ട്. വീട്ടിൽ ദിവസവും വിളക്ക് തെളിയിക്കുന്നത് നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു ആചാരമാണ്. എന്നാൽ ആ വിളക്ക് വെറും വെളിച്ചം നൽകുന്നതിന് വേണ്ടിയുള്ളതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. പല വീടുകളിലും രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കുന്ന പതിവുണ്ട്. പക്ഷേ അതിന് പിന്നിലെ ശാസ്ത്രം, ആത്മീയത, ശരിയായ രീതികൾ എന്നിവയെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ അറിവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ പഴയ കാലത്ത് മുതിർന്നവർ വിളക്ക് തെളിയിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അവർ വെറും വിളക്ക് കത്തിച്ച് നിൽക്കുകയല്ല, അതിനു മുൻപും ശേഷവും ചില മന്ത്രങ്ങൾ ജപിക്കുകയും മനസ്സ് ശാന്തമാക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പിന്നിൽ വലിയ ഒരു ആശയമുണ്ടായിരുന്നു. വിളക്ക് എന്നത് അഗ്നിയുടെ പ്രതീകമാണ്. അഗ്നി ശുദ്ധീകരണത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ മനസ്സിനെയും വീട്ടിലെ അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നു. ശരിയായ രീതിയിൽ ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങൾ അവഗണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ദിവസവും കുറച്ച് സമയമെടുത്ത് ഈ രീതികൾ ശരിയായി അനുസരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസിക ശാന്തിക്കും കുടുംബത്തിലെ സമാധാനത്തിനും സഹായകമാകും. ചിലർക്ക് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാകാം, ചിലർക്ക് ഇതൊരു മാനസിക പരിശീലനമായിരിക്കും. എന്തായാലും വിളക്ക് തെളിയിക്കൽ എന്ന ആചാരം ശരിയായ രീതിയിൽ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഈ വിഷയം കൂടുതൽ ആഴത്തിൽ നമുക്ക് നോക്കാം. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സ് ശാന്തമായിരിക്കണം. വേഗത്തിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കണം എന്ന തോന്നലോടെ ഒരിക്കലും വിളക്ക് തെളിയിക്കാൻ പാടില്ല. വിളക്ക് കത്തിക്കുന്നതിന് മുൻപോ ശേഷമോ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു പ്രത്യേക മന്ത്രം ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓം ശ്രീം 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 പരമം സിദ്ധിം ശ്രീം 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 എന്ന മന്ത്രം 3 തവണ ജപിക്കുക. ഈ മന്ത്രം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി കരുതപ്പെടുന്നു. അതിനുശേഷം ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം 1 തവണ കൂടി ജപിക്കുന്നത് മനസ്സിന് ഒരു സമാധാനവും ഭക്തിയും നൽകും. ഈ മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ഉടനെ എഴുന്നേറ്റ് പോകാതെ കണ്ണടച്ച് അല്പനേരം ശാന്തമായിരിക്കുക. ഏകദേശം 1 മിനിറ്റ് സമയമെടുത്ത് തലയുടെ മുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുന്നത് മനസ്സ് കൂടുതൽ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ഈ ചെറിയ സമയം തന്നെ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഒരു പോസിറ്റീവ് ഫീലിംഗ് നൽകാനും സഹായിക്കും. വിളക്ക് തെളിയിക്കുന്ന രീതിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ലാഭം നോക്കി 2 തിരി മാത്രം ഇടാറുണ്ട്. പക്ഷെ 5 തിരി ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇത് വെറും ഒരു ആചാരമല്ല, അത് സമ്പൂർണതയുടെ പ്രതീകമായി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കാൻ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എള്ളെണ്ണയ്ക്ക് ശുദ്ധീകരണ ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചകളിൽ മാത്രം നെയ്യ് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആത്മീയ ആശയത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടിന്റെ ചുറ്റും അല്പം ചാണകവെള്ളം തെളിക്കുന്നത് പഴയ കാലത്ത് ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഇത് ശുദ്ധീകരണത്തിൻ്റെയും നെഗറ്റീവ് എനർജി മാറ്റുന്നതിൻ്റെയും ഭാഗമായാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ആശയം മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ശുദ്ധമായി നിലനിർത്തുന്നത് നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കും. വിളക്ക് കെടുത്തുമ്പോഴും ശ്രദ്ധ വേണം. പലരും പതിവായി ഊതിക്കെടുത്താറുണ്ട്. പക്ഷെ അത് ഒഴിവാക്കണം. പകരം പ്രാർത്ഥനയോടെ തിരി താഴ്ത്തി കെടുത്തുന്നത് കൂടുതൽ ശുഭകരമാണ്. ഇതൊരു ചെറിയ കാര്യമായിരിക്കാം,
പക്ഷേ ഇത്തരം ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മുടെ ശീലങ്ങളെയും മനോഭാവത്തെയും രൂപപ്പെടുത്തുന്നു. ഇതിനൊപ്പം രാവിലെ സമയത്ത് ചെയ്യാവുന്ന ഒരു ലളിതമായ ആത്മീയ വിദ്യയും ഞാൻ പറയാം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുക, പക്ഷികളുടെ ശബ്ദം കേൾക്കുക, ആ തണുത്ത വായു അനുഭവിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ തന്നെ മനസ്സിന് വലിയ ശാന്തി നൽകും. ആ സമയത്ത് ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് ഓം നമഃ ശിവായ എന്ന് മനസ്സിൽ ജപിക്കുന്നത് ഒരു ധ്യാനാനുഭവമായി മാറും. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല, അതൊരു ആത്മബന്ധമാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാതെ പ്രകൃതിയോടൊപ്പം ഒത്തുചേരാൻ ശ്രമിക്കുക. ദിവസവും ഇത് ചെയ്യുമ്പോൾ പതിയെ മനസ്സ് കൂടുതൽ ശാന്തമാകുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി വർദ്ധിക്കുകയും ചെയ്യും. വീട്ടിലെ നെഗറ്റീവ് എനർജി മാറ്റുന്നതിനായി ചിലർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേക വസ്തുക്കൾ കത്തിച്ച് അതിൻ്റെ പുക വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയായി കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ വിശ്വാസവും മനസ്സിലെ ആത്മവിശ്വാസവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെ നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയോടെ ബോധ്യത്തോടെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. വിളക്ക് എന്നത് വെറുമൊരു വെളിച്ചമല്ല, അത് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കാനുള്ള ഒരു പ്രതീകമാണ്. ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായകമാകുന്നു. ഇങ്ങനെ വിളക്ക് തെളിയിക്കൽ എന്ന ആചാരത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ ശക്തിയെ നമുക്ക് കൂടുതൽ വ്യക്തമായി അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ഇത് ചെയ്താൽ പണം വരും, ഇത് ചെയ്താൽ ഐശ്വര്യം വർദ്ധിക്കും എന്ന രീതിയിൽ മാത്രം ചിന്തിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ആചാരങ്ങളുടെ ലക്ഷ്യം അതിനേക്കാൾ വലിയതാണ്. അത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ മാറ്റുക എന്നതാണ്. ഒരാൾ ദിവസവും ഒരു സമയത്ത് വിളക്ക് തെളിയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം പതിയെ അവരുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും ജീവിത രീതികളിലും പ്രതിഫലിക്കാൻ തുടങ്ങും. വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എണ്ണയിലും തിരിയിലും പോലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല. എള്ളെണ്ണ ഉപയോഗിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു. അത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്ന ഒരു ഗുണം ഉള്ളതായി പലരും വിശ്വസിക്കുന്നു. അതുപോലെ ഞായറാഴ്ച നെയ്യ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസത്തിന്റെ ഊർജവുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ്. ഇവിടെ പ്രധാനമായത് ഈ രീതികളെ കർശനമായ നിയമങ്ങളായി കാണാതെ അവയുടെ പിന്നിലെ ആശയം മനസ്സിലാക്കുകയാണ്. ശുദ്ധിയും ഏകാഗ്രതയും സ്ഥിരതയും ഇതാണ് ഈ ആചാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടിന്റെ ചുറ്റും ചാണകവെള്ളം തെളിയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർക്കത് പഴയകാല രീതിയായി തോന്നാം. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം നോക്കുമ്പോൾ അത് ശുദ്ധീകരണത്തിന്റെ ഒരു മാർഗമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കത് അതേ രീതിയിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ വീട്ടിൽ ശുചിത്വം പാലിക്കുക, അന്തരീക്ഷം ശാന്തമാക്കുക, പ്രകൃതിയോട് കൂടുതൽ അടുപ്പം പുലർത്തുക, ഇതെല്ലാം അതേ ആശയത്തിന്റെ ഭാഗങ്ങളാണ്. ഒരു വീട് ശുചിയായി ക്രമമായി സമാധാനപരമായി നിലനിൽക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ മനസ്സിലും അതിൻ്റെ സ്വാധീനം കാണാം. വിളക്ക് കെടുത്തുമ്പോൾ പോലും പ്രാർത്ഥനയോടെ തിരി താഴ്ത്തി കെടുത്തുക എന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു ബോധ്യവും നന്ദിയും ഉണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് വെളിച്ചം നൽകിയ ആ അഗ്നിയോട് ഒരു ചെറിയ ആദരം കാണിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ ചെറിയ ശീലങ്ങൾ നമ്മളെ കൂടുതൽ സാവധാനമുള്ളവരാക്കുകയും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്കും വില നൽകാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ ചെയ്യാവുന്ന ശിവവിധിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെടുക എന്നത് ഇന്ന് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാം. എന്നാൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ശീലമാണ്. ആ സമയം ലോകം വളരെ ശാന്തമായിരിക്കും. പക്ഷികളുടെ ശബ്ദം, തണുത്ത കാറ്റ്, സൂര്യോദയത്തിന് മുൻപുള്ള ആ നിശബ്ദത, ഇതെല്ലാം നമ്മളുടെ മനസ്സിനെ സ്വാഭാവികമായി ശാന്തമാക്കും. ആ സമയത്ത് ഓം നമഃ ശിവായ എന്ന് ജപിച്ച് ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കുക എന്നതൊരു ധ്യാനാനുഭവമായി മാറുന്നു. ഇതൊരു മതപരമായ ആചാരമായി മാത്രം കാണേണ്ടതില്ല. ഇത് ഒരു മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരാൾ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ
അവരുടെ ചിന്തകൾ കൂടുതൽ വ്യക്തതയുള്ളതാകുകയും ആശങ്കകൾ കുറയുകയും ചെയ്യും. ഒരു ആന്തരിക ശക്തി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പ്രത്യേകമായി എന്തെങ്കിലും ചോദിക്കാതെ പ്രകൃതിയോടൊപ്പം ഒത്തുചേരാൻ ശ്രമിക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നെഗറ്റീവ് എനർജി മാറ്റാൻ പറയുന്ന രീതികളും അതുപോലെ തന്നെയാണ്. ചിലർ പ്രത്യേക വസ്തുക്കൾ കത്തിച്ച് അതിൻ്റെ പുക വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കും. ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ ഇതിന് യഥാർത്ഥ അർത്ഥം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം പോസിറ്റീവായി നിലനിർത്തുക എന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ, ആളുകൾ, ശീലങ്ങൾ ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ വിളക്ക് തെളിയിക്കൽ എന്നത് വെറുമൊരു ആചാരമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു ജീവിത ശൈലിയാണ്. അത് നമ്മളെ കൂടുതൽ ബോധ്യത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ്. ഓരോ ദിവസവും കുറച്ച് സമയമെടുത്ത് ഈ രീതികൾ പിന്തുടരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ ചെറിയ മാറ്റങ്ങൾ തന്നെ പിന്നീട് വലിയ ഫലങ്ങളായി മാറും. അവസാനമായി പറയാനുള്ളത്, ഈ രീതികളെല്ലാം വിശ്വാസത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരാൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിന് യഥാർത്ഥ ഫലം അനുഭവിക്കാൻ കഴിയൂ. എന്നാൽ അതിനൊപ്പം ഈ ആചാരങ്ങളുടെ പിന്നിലെ മാനസികവും പ്രായോഗികവുമായ ഗുണങ്ങളും മനസ്സിലാക്കണം. മനസ്സിനെ ശാന്തമാകുക, ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവരിക, പ്രകൃതിയോട് അടുപ്പം പുലർത്തുക, ഇതെല്ലാം നമ്മളെ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കും. വിളക്ക് തെളിയിക്കുന്ന ആ ചെറിയ നിമിഷം പോലും നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകാം. അത് വെറും വെളിച്ചമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഉള്ളിലെ പ്രകാശം എന്നും നിലനിൽക്കണം എന്നുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.